ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ VBA. What is an operator? An operator can be defined using a simple expression, that is 4 plus 5 is equal to 9. Here 4 and 5 are called operands and plus is called operator. Here plus is the operator. 4 and 5 are operands. Okay. Next, operators in VBA. VBA supports following types of operators. First one, arithmetic operators. Second, comparison operators. Third, logical or relational operators. And fourth one, concatenation operators. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ VBAയിൽ യൂസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്ലസ്. പ്ലസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സം കാണാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആഡ്സ് ദ ടു ഓപ്പറാൻഡ്സ്. ഓപ്പറാൻഡ്സ് എന്തായിരുന്നു? നേരത്തെ പറഞ്ഞു 4 പ്ലസ് 5 എന്ന് പറയുമ്പോൾ അവിടെ 4ഉം 5ഉം എന്നത് ഓപ്പറാൻഡ്സും പ്ലസ് എന്നത് ഓപ്പറേറ്ററും ആയിരുന്നു. അങ്ങനെയുള്ള ഓപ്പറാൻഡ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലസ് ഓപ്പറേറ്റർ. അതിന്റെ എക്സാമ്പിൾ നോക്കാം. Assume A equal to 5 and B equal to 10. Then A plus B will give 15. Aന്റെ വാല്യൂ 5ഉം Bന്റെ വാല്യൂ 10ഉം ആകുമ്പോൾ A plus B എന്ന് പറയുന്നത് 5 plus 10 ആവും. 5 plus 10 ആൻസർ 15. നെക്സ്റ്റ് മൈനസ്. മൈനസ് യൂസ് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സബ്ട്രാക്ട്സ് ദ സെക്കൻഡ് ഓപ്പറാൻഡ് ഫ്രം ദി ഫസ്റ്റ്. A minus B will give minus 5. എന്റെ വാല്യൂ 5ഉം ബിന്റെ വാല്യൂ 10ഉം ആണ്. അപ്പോൾ 5 മൈനസ് 10 എന്ന് പറഞ്ഞാൽ ആൻസർ -5 ആയിരിക്കും. അടുത്തത് സ്റ്റാർ. സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട്. മൾട്ടിപ്ലൈസ് ബോത്ത് ദി ഓപ്പറാൻഡ്സ്. A into B, A star B will give 50. എന്റെ വാല്യൂ 5, ബിന്റെ വാല്യൂ 10 ആയിരുന്നു. 5 into 10 50 കിട്ടും. നെക്സ്റ്റ് സ്ലാഷ്. ഡിവിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിവൈഡ്സ് ദ ന്യൂമറേറ്റർ ബൈ ദി ഡിനോമിനേറ്റർ. അംശത്തെ ചേർത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലാഷ് യൂസ് ചെയ്യുന്നത്. B സ്ലാഷ് A will give 2. ബിന്റെ വാല്യൂ 10 ആയിരുന്നു. എന്റെ വാല്യൂ 5ഉം 10 by 5 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആയിരുന്നു. നെക്സ്റ്റ് മോഡ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ ഗിവ്സ് ദി റിമൈൻഡർ ആഫ്റ്റർ ആൻ ഇൻറ്റിജർ ഡിവിഷൻ. ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അല്ല റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ബി ബൈ എ എന്ന് പറയുന്നത്, ബി സ്ലാഷ് എ എന്ന് പറയുന്നതിന്റെ ആൻസർ 2 ആയിരുന്നു. അതായത് 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ 2 ആയിരുന്നു. എന്നാൽ അവിടെ റിമൈൻഡർ എത്രയായിരുന്നു? ശിഷ്ടം എത്രയായിരുന്നു? 0 ആയിരുന്നു. ആ 0 കിട്ടാനുള്ള ഓപ്പറേറ്ററാണ് മോഡ് ഓപ്പറേറ്റർ. അപ്പോൾ ബി സ്ലാഷ് എക്ക് പകരം ബി മോഡ് എ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിമൈൻഡർ ആയിരിക്കും അവിടെ റിസൾട്ട് ആയിട്ട് വരുന്നത്. 2 അല്ല കിട്ടുക. ബി മോഡ് എ എന്ന് പറയുമ്പോൾ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്ന ശിഷ്ടം. ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് ആണ് യൂസ് ചെയ്യേണ്ടത്. ശിഷ്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ മോഡ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്യാപ്പ് ഓപ്പറേറ്റർ. എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. ഈ ക്യാപ്പ് സിമ്പൽ വരുന്നത് 6 എന്ന നമ്പറിന്റെ ടോപ്പിൽ വരുന്ന ഷിഫ്റ്റും 6ഉം അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സിമ്പലാണ് ക്യാപ്പ് സിമ്പൽ. എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് പവർ കിട്ടാൻ വേണ്ടിട്ട്. അതായത് ബി റേസ് ടു എ, റേസ് ടു കൊടുക്കുന്നുണ്ടല്ലോ, ബി റേസ് ടു എ എന്നുള്ള കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്പ് സിമ്പൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ 10 റേസ് ടു 5 ആണ് ഉദ്ദേശിക്കുന്നത്. ബി റേസ് ടു എ എന്ന് പറയുമ്പോൾ 10 റേസ് ടു 5. എത്രയായിരിക്കും ആൻസർ? 1 lakh. ഓക്കെ. നെക്സ്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. എന്തൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈക്വൽ ടു ഓപ്പറേറ്റർ. സിംഗിൾ ഈക്വൽ ടു ആണ്. Equal to operator checks if the value of the two operands are equal or not. If yes, then the condition is true. രണ്ട് ഓപ്പറൻസ് തമ്മിൽ ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അവിടെ ഈക്വൽ ആണെങ്കിലാണ് കണ്ടീഷൻ ട്രൂ ആവുന്നത്. അതായത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, എല്ലാ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും എപ്പോഴും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. ബൂളിയൻ വാല്യൂ എന്തായിരുന്നു? ട്രൂ ഓർ ഫോൾസ്. ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. എപ്പോഴും അതിന്റെ റിസൾട്ട് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഇവിടെ ഈ ഈക്വൽ ടു ഓപ്പറേറ്ററിന്റെയും റിസൾട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ആ ട്രൂ വരുന്ന ഏത് കണ്ടീഷനിലാണ്? രണ്ട് ഓപ്പറാൻഡ്സും ഈക്വൽ ആണെങ്കിൽ മാത്രം അവിടെ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും.
ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതാണ് ഇവിടെ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്. assume a equal to 10, b equal to 20, then a equal to b is false. a ന്റെ വാല്യൂ 10, b ന്റെ വാല്യൂ 20. അപ്പോൾ 10 equal to 20 ആണോ? അല്ല. അതുകൊണ്ട് ആൻസർ ഫോൾസ് ആയിരിക്കും. ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആൻസർ ട്രൂ ആവൂ. നെക്സ്റ്റ്, നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ. Not equal to operator checks if the value of the two operands are equal or not. സെയിം തന്നെയാണ്, ഈക്വൽ ടുവിന്റെ അതേ ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ബട്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ വാല്യൂസ് ആർ നോട്ട് ഈക്വൽ ദെൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ. നേരത്തെ രണ്ടും ഈക്വൽ ആണെങ്കിലാണ് കണ്ടീഷൻ ട്രൂ ആയിരുന്നത്, അതിന്റെ റിസൾട്ട് ട്രൂ ആയിരുന്നത്. ഇവിടെ നോട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ അതിന്റെ റിസൾട്ട് ട്രൂ ആവൂ. രണ്ടും ഓപ്പോസിറ്റ് ആണ്. റിസൾട്ട് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് ഡിഫറെൻ്റ് ആണ്, ചെക്ക് ചെയ്യുന്നത് സെയിം ആണ്. രണ്ടും ഓപ്പറൻസ് തമ്മിൽ ഈക്വൽ ആണോ എന്നാണ് രണ്ട് കേസിലും ചെക്ക് ചെയ്യുന്നത്. പക്ഷെ റിട്ടേൺ ചെയ്യുന്നത് ഫസ്റ്റ് വണ്ണിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അതായത് രണ്ടും ഈക്വൽ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. നോട്ട് ഈക്വൽ ടുവിന്റെ കേസിൽ രണ്ടും നോട്ട് ഈക്വൽ ടു ആണെങ്കിലാണ് ആൻസർ ട്രൂ ആവുന്നത്. അതാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. assume a equal to 10, b equal to 20, then a not equal to b is true. നോട്ട് ഈക്വൽ ടു ബി ആണല്ലോ, 10 നോട്ട് ഈക്വൽ ടു 20 ആണ്. അതുകൊണ്ട് ആൻസർ ട്രൂ ആണ്. അതായത് നോട്ട് ഈക്വൽ ടു ആണെങ്കിലാണ് ഇവിടെ ആൻസർ ട്രൂ ആവുന്നത്. അടുത്തത് ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ ചെക്സ് ഇഫ് ദ വാല്യൂ ഓഫ് ദ ലെഫ്റ്റ് ഓപ്പറാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ വാല്യൂ ഓഫ് ദ റൈറ്റ് ഓപ്പറാൻഡ്. ലെഫ്റ്റിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ റൈറ്റിലുള്ള വാല്യൂ ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. ഇഫ് യെസ് ദെൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ, അതായത് ലെഫ്റ്റിലുള്ള ഓപ്പറൻഡ് ആണ് റൈറ്റിലുള്ള ഓപ്പറൻഡിനേക്കാളും ഗ്രേറ്റർ എങ്കിൽ ആൻസർ ട്രൂ ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി എന്തായിരിക്കും ആൻസർ വരിക? 10 ഗ്രേറ്റർ ദാൻ 20 ആണോ? അല്ല, ആൻസർ ഫോൾസ് ആണ്. അതുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. നെക്സ്റ്റ്, ലെസ് ദാൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. ചെക്സ് ഇഫ് ദി വാല്യൂ ഓഫ് ദി ലെഫ്റ്റ് ഓപ്പറൻഡ് ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് റൈറ്റ് ഓപ്പറൻഡ്. ലെഫ്റ്റിലുള്ള വാല്യൂ റൈറ്റിലുള്ളതിനേക്കാളും ലെസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ലെസ് ആണെങ്കിലാണ് ഇവിടെ കണ്ടീഷൻ ട്രൂ ആവുന്നത്. എക്സാമ്പിൾ നോക്കുക. എ ലെസ് ദാൻ ബി, അതായത് 10 ലെസ് ദാൻ 20. ആൻസർ ട്രൂ ആണല്ലോ, ആണ്. അപ്പോൾ റിസൾട്ട് ട്രൂ. അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചെക്സ് ഇഫ് ദ വാല്യൂ ഓഫ് ദ ലെഫ്റ്റ് ഓപ്പറൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി വാല്യൂ ഓഫ് ദി റൈറ്റ് ഓപ്പറൻഡ്. ഇഫ് യെസ് ദെൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ. നേരത്തെ ഗ്രേറ്റർ ദാനിൽ ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്തു. ഇവിടെ ഗ്രേറ്റർ ദാനും ഈക്വൽ ടു ആണോ എന്നും കൂടി ചെക്ക് ചെയ്യും. രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്യും. ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ആണോ അല്ലെങ്കിൽ ഈക്വൽ ടു ആണോ. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ ആൻസർ ട്രൂ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, അതായത് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണോ? അല്ല, അപ്പോൾ ആൻസർ ഫോൾസ് ആയിരിക്കും. നെക്സ്റ്റ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. Checks if the value of the left operand is less than or equal to the value of the right operand. If yes, then the condition is true. അതായത് ലെഫ്റ്റ് ഓപ്പറാൻഡ് ലെസ് ദാൻ ആണോ റൈറ്റ് ഓപ്പറാൻഡിനേക്കാളും കൂടെ ഈക്വൽ ടു ആണോ എന്നും കൂടി ചെക്ക് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ കൊടുത്ത് നോക്കുക. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അതായത് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ? 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ആണോ? കണ്ടീഷൻ ട്രൂ ആണല്ലോ, 20നേക്കാളും ലെസ് ആണ്. അതുകൊണ്ട് ആൻസർ ട്രൂ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. എന്തൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ആൻഡ് ഓപ്പറേറ്റർ. ആൻഡ് ഓപ്പറേറ്റർ എന്നല്ല പറയാം, ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ എന്നാണ് അവിടെ പറയേണ്ടത്. ഈസ് കോൾഡ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. ഇഫ് ബോത്ത് ദി കണ്ടീഷൻസ് ആർ ട്രൂ ദെൻ ദി എക്സ്പ്രഷൻ ഈസ് ട്രൂ. അതായത് നേരത്തെ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ കണ്ടു, റിസൾട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഈക്വൽ ടു യൂസ് ചെയ്താലും നോട്ട് ഈക്വൽ ടു യൂസ് ചെയ്താലും ലെസ് ദാൻ യൂസ് ചെയ്താൽ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യൂസ് ചെയ്താൽ എപ്പോഴും റിസൾട്ട് എന്തായിരിക്കും? ബൂളിയൻ വാല്യൂ ആയിരിക്കും. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ആണോ അല്ലയോ. അതേപോലെ തന്നെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലും ആൻസർ എപ്പോഴും എന്തായിരിക്കും? ബൂളിയൻ വാല്യൂ ആയിരിക്കും. ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് ബോത്ത് ദി കണ്ടീഷൻസ് ആർ ട്രൂ ദെൻ ദി എക്സ്പ്രഷൻ ഈസ് ട്രൂ. രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഇവിടെ ആൻസർ ട്രൂ ആവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. assume a equal to 10, b equal to 0, then a not equal to 0 and b not equal to 0. ഇവിടെ
നമ്മൾ ആ ആൻഡിന് ലെഫ്റ്റിലും റൈറ്റിലും യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. എ നോട്ട് ഈക്വൽ ടു സീറോയും ബി നോട്ട് ഈക്വൽ ടു സീറോയും രണ്ടും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ റിസൾട്ട് എന്താവും നോക്കാം. എ നോട്ട് ഈക്വൽ ടു സീറോന്റെ റിസൾട്ട് എന്തായിരിക്കും? അതായത് 10 നോട്ട് ഈക്വൽ ടു സീറോ. 10 നോട്ട് ഈക്വൽ ടു സീറോ ആണല്ലോ. 10 ഈക്വൽ ടു സീറോ അല്ല, 10 നോട്ട് ഈക്വൽ ടു സീറോ ആണ്. ആയതുകൊണ്ട് തന്നെ ആൻസർ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ആൻഡ് ബി നോട്ട് ഈക്വൽ ടു സീറോ. ബിന്റെ വാല്യൂ സീറോ ആണ്. സീറോ നോട്ട് ഈക്വൽ ടു സീറോ ആണോ? നോ, സീറോ ഈക്വൽ ടു സീറോ ആണ്. സീറോ നോട്ട് ഈക്വൽ ടു സീറോ അല്ല. അപ്പോൾ സീറോ നോട്ട് ഈക്വൽ ടു സീറോ അല്ല. ആൻസർ ഫോൾസ്. അല്ല എന്ന് പറഞ്ഞാൽ ആൻസർ ഫോൾസ്. ആദ്യത്തെ കേസിൽ ട്രൂ കിട്ടി, രണ്ടാമത്തെ കേസിൽ ഫോൾസ് കിട്ടി. ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പ്രഷന്റെ റിസൾട്ട് ട്രൂ, റൈറ്റ് സൈഡിലുള്ളത് ഫോൾസ്. ഇപ്പൊ ട്രൂവും ഫോൾസും കൂടി വന്നു കഴിഞ്ഞാൽ ഇഫ് ബോത്ത് ദ കണ്ടീഷൻസ് ആർ ട്രൂ ദെൻ ദ എക്സ്പ്രഷൻ ഈസ് ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഫോൾസ് ആയിരിക്കും. ട്രൂ വരില്ല. ട്രൂ വരണം എന്നുണ്ടെങ്കിൽ രണ്ട് എക്സ്പ്രഷനും റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കണം. ഓക്കെ, അടുത്തത് ഓർ ഓപ്പറേറ്റർ. Or is called a logical or operator. If any of the two conditions are true, then the condition is true. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ തന്നെ ടോട്ടൽ റിസൾട്ട് ട്രൂ ആവും. ഇതിൽ ആൻഡിന്റെ കേസിൽ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ ടോട്ടൽ റിസൾട്ട് ട്രൂ ആവൂ. ഇവിടെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ടോട്ടൽ റിസൾട്ട് ട്രൂ ആവും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. എ നോട്ട് ഈക്വൽ ടു സീറോ ഓർ ബി നോട്ട് ഈക്വൽ ടു സീറോ. എ നോട്ട് ഈക്വൽ ടു സീറോന്റെ റിസൾട്ട് എന്തായിരുന്നു? ട്രൂ ആണ്. 10 നോട്ട് ഈക്വൽ ടു സീറോ, ആൻസർ ട്രൂ. ബി നോട്ട് ഈക്വൽ ടു സീറോ, നോ, ആൻസർ ഫോൾസ്. ബി ഈക്വൽ ടു സീറോ ആണ്, ബി നോട്ട് ഈക്വൽ ടു സീറോ അല്ല, ആൻസർ ഫോൾസ്. ഇപ്പൊ ട്രൂവും ഫോൾസും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു ഇഫ് എനി ഓഫ് ദ കണ്ടീഷൻസ് ആർ ട്രൂ ദെൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ. ഇവിടെ ഒരു കണ്ടീഷൻ ട്രൂ ആണല്ലോ, ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ട്രൂ ആയിരിക്കും. ട്രൂ ഓർ ഫോൾസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ ആൻസർ ട്രൂ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് നോട്ട്. കോൾഡ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. യൂസ്ഡ് ടു റിവേഴ്സ് ദ ലോജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഇറ്റ്സ് ഓപ്പറാൻഡ്. ഓപ്പറാൻഡിന്റെ സ്റ്റേറ്റ് ട്രൂ ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് ഫോൾസ് കിട്ടും. ഫോൾസ് ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് ട്രൂ ആയിരിക്കും വരുന്നത് നോട്ട് യൂസ് ചെയ്യുമ്പോൾ. ഒരു ഓപ്പറേറ്ററിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. If a condition is true, then the logical not operator will make false. ഇതന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ a ഈക്വൽ ടു 10 b ഈക്വൽ ടു 0 ആണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. നോട്ട് ഓഫ് ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് നേരത്തെ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന സെയിം എക്സ്പ്രഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. a നോട്ട് ഈക്വൽ ടു 0 ഓർ b നോട്ട് ഈക്വൽ ടു 0. എന്തായിരുന്നു ആൻസർ നേരത്തെ കിട്ടിയേ? ട്രൂ ആയിരുന്നു അല്ലെ? എ നോട്ട് ഈക്വൽ ടു 0 ഓർ ബി നോട്ട് ഈക്വൽ ടു 0ന്റെ ആൻസർ ട്രൂ ആയിരുന്നു. സെക്കൻഡ് കേസിൽ നമ്മൾ ഓറിന്റെ കേസിൽ കണ്ടതാണ്. ഇനി അത് നോട്ട് ഓഫ് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാലോ? നോട്ട് ഓഫ് ബ്രാക്കറ്റിലുള്ള എക്സ്പ്രഷന്റെ റിസൾട്ട് ട്രൂ ആണ്. നോട്ട് ഓഫ് ട്രൂ എന്ന് പറഞ്ഞാൽ നോട്ട് എന്ന് പറയുന്നത് ഉള്ള സ്റ്റേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ ട്രൂ ആണല്ലോ, ട്രൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യാൻ. നോട്ട് ഓഫ് ട്രൂ എന്ന് പറഞ്ഞാൽ അത് ആൻസർ ഫോൾസ് ആയിരിക്കും. ഇനി നോട്ട് ഓഫ് ഫോൾസ് ആയിരുന്നെങ്കിലും ആൻസർ ട്രൂ ആയിരിക്കും. എന്താണോ സ്റ്റേറ്റുള്ള ടോട്ടൽ റിസൾട്ട് എന്താണോ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ്. അടുത്തത് എക്സോർ. കോൾഡ് ലോജിക്കൽ എക്സ്ക്ലൂഷൻ. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് നോട്ട് ആൻഡ് ഓർ ഓപ്പറേറ്റർ. ഇഫ് one and only one of the expressions evaluates to be true, the result is true. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻസർ ട്രൂ ആവൂ. എക്സാമ്പിൾ നോക്കാം. എ നോട്ട് ഈക്വൽ ടു 0. എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണ്. എ നോട്ട് ഈക്വൽ ടു 0, യെസ്, കണ്ടീഷൻ ട്രൂ. ബി നോട്ട് ഈക്വൽ ടു 0, കണ്ടീഷൻ ഫോൾസ്. ട്രൂ എക്സോർ ഫോൾസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ട്രൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും ആൻസർ ട്രൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ റിസൾട്ട് ട്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാം, ഓറിന്റെ കേസിലും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്, എക്സോറിന്റെ കേസിലും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആയിരിക്കും. പക്ഷെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ പറയുന്നുണ്ട് ഇഫ് വൺ ആൻഡ് ഓൺലി വൺ ഓഫ് ദി എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ടു ബി ട്രൂ. അതായത് ഓറിന്റെ കേസിൽ ഇഫ് എനി ഓഫ് ദ കണ്ടീഷൻസ് ആർ ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് എക്സ്പ്രഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആയിരിക്കും. ഇനി രണ്ട് എക്സ്പ്രഷനും ട്രൂ ആണെങ്കിലോ?
ട്രൂവും ട്രൂ ആണെങ്കിലും റിസൾട്ട് ട്രൂ ആണ്. കാരണം ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ആൻസർ റിസൾട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ ട്രൂവും വരുവാണെങ്കിൽ അതിലൊന്ന് എന്തായാലും ട്രൂ ആണല്ലോ, അതുകൊണ്ട് ആൻസർ ട്രൂ ആയിരിക്കും. നേരെ മറിച്ച് എക്സോറിന്റെ കേസിലോ ഓൺലി വൺ ആൻഡ് ഓൺലി വൺ ഓഫ് ദി എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ടു ബി ട്രൂ എന്നാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമേ ട്രൂ ആകാവൂ. ട്രൂവും വരുന്ന കേസിലെ ആൻസർ അവിടെ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. കാരണം രണ്ടും ട്രൂ ആയി കഴിഞ്ഞു. ഏതെങ്കിലും ഒന്ന് മാത്രമേ അവിടെ ട്രൂ ആകാൻ പാടുള്ളൂ. അതാണ് ഇവിടെ വരുന്ന റിസൾട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റേഴ്സ്. കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓപ്പറൻസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പൊ രണ്ട് കേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് കോൺകാറ്റിനേറ്റ് ചെയ്യുക, അതേപോലെ രണ്ട് സ്ട്രിങ്സ് ആണെങ്കിൽ എങ്ങനെയാണ് കോൺകാറ്റിനേറ്റ് ചെയ്യുക. രണ്ട് മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ എങ്ങനെ കോൺകാറ്റിനേറ്റ് ചെയ്യാം. കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലസും ആംപർസാൻഡ് സിമ്പലും ആണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺകാറ്റിനേഷൻ നടക്കില്ല. അതിന് പകരം എന്തായിരിക്കും? അഡീഷൻ ആയിരിക്കും നടക്കുന്നത്. പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അരിത്മാറ്റിക് ഓപ്പറേറ്റർ ആണ്. അരിത്മാറ്റിക് ഓപ്പറേറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഓപ്പറൻസും നമ്പേഴ്സ് ആയിരിക്കണം. ഓപ്പറൻസ് എന്ന് പറയുന്നത് ഇവിടെ എയും ബിയും നമ്പേഴ്സ് ആണെങ്കിൽ അത് അരിത്മാറ്റിക് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. നേരെ മറിച്ച് സ്ട്രിങ് ആണെങ്കിൽ അവിടെ കോൺകാറ്റിനേഷൻ വർക്ക് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലസ് ആഡ്സ് ടു വാല്യൂസ് ആസ് വാരിയബിൾ. വാല്യൂസ് ആർ ന്യൂമറിക്. രണ്ട് വാല്യൂസും ന്യൂമറിക് ആണെങ്കിൽ, രണ്ട് ഓപ്പറൻസിന്റെ വാല്യൂസും ന്യൂമറിക് നമ്പേഴ്സ് ആണെങ്കിൽ രണ്ടും ആഡ് ചെയ്യും. എ പ്ലസ് ബി വിൽ ഗിവ് 15. assume a equal to 5, b equal to 10 ആണ്. അപ്പോൾ 5 plus 10 കൊടുക്കുമ്പോൾ ആൻസർ 15 തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കോൺകാറ്റിനേഷൻ അല്ല, പ്ലസ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ആംപർസാൻഡ് സിമ്പൽ, ആൻഡ് സിമ്പൽ. കോൺകാറ്റിനേറ്റ്സ് ടു വാല്യൂസ്. രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ, ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആംപർസാൻഡ് സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. എ ആൻഡ് ബി വിൽ ഗിവ് 5, 1, 0. 5ഉം എന്റെ വാല്യൂ 5ഉം ബിന്റെ വാല്യൂ 10ഉം ആയിരുന്നു. രണ്ടും ജോയിൻ ചെയ്ത് 5, 1, 0 എന്ന വാല്യൂ ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംപർസാൻഡ് സിമ്പൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. രണ്ട് സ്ട്രിങ്സ് ആണെങ്കിൽ assume a equal to computer and b equal to operator. എക്കും ബിക്കുമുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്ട്രിങ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് യൂസ് ചെയ്താലും ആംപർസാൻഡ് യൂസ് ചെയ്താലും സെയിം, ജോയിൻ ചെയ്യാണ് ചെയ്യുക. അതായത് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ കോൺകാറ്റിനേറ്റ്സ് ടു വാല്യൂസ്. എ പ്ലസ് ബി വിൽ ഗിവ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. കമ്പ്യൂട്ടർ എന്നുള്ള എന്റെ വാല്യൂ ബിന്റെ ഓപ്പറേറ്റർ എന്നുള്ള വാല്യൂ രണ്ടും ജോയിൻ ചെയ്ത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. സെയിം റിസൾട്ട് തന്നെയാണ് ആംപർസാൻഡ് യൂസ് ചെയ്താലും കിട്ടുന്നത്. അപ്പോൾ നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമാണ് അവിടെ അഡീഷൻ വരുന്നത്. നമ്പേഴ്സ് അല്ലെങ്കിൽ അവിടെ കോൺകാറ്റിനേഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റർ പ്രസിഡൻസ്. എന്താണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് നോക്കാം. When several operations occurs in an expression, each part is evaluated and resolved in a predetermined order is called operator precedence. അതായത് സെവറൽ ഓപ്പറേഷൻസ് ഉള്ള ഒരു എക്സ്പ്രഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0 അല്ലെ, രണ്ട് എക്സ്പ്രഷനെയാണ് അവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. എ നോട്ട് ഈക്വൽ ടു 0 എന്ന എക്സ്പ്രഷനും ബി നോട്ട് ഈക്വൽ ടു 0 എന്ന എക്സ്പ്രഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനിലാണ് രണ്ട് ഓപ്പറേഷൻസ് നടക്കുന്നത്. രണ്ടല്ല, ടോട്ടൽ 3 ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. ഇതിൽ ഏത് ഓപ്പറേഷൻ ഫസ്റ്റ് നടക്കണം എന്നുള്ളതിന്റെ ഒരു ഓർഡർ ഉണ്ട്, പ്രീ ഡിറ്റർമൈൻഡ് ഓർഡർ ഉണ്ട്. അതിനെയാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വെൻ ഓപ്പറേറ്റേഴ്സ് ഹാവ് ദ സെയിം പ്രസിഡൻസ് ദേ ആർ ഇവാലുവേറ്റഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഓരോ ഓപ്പറേറ്റേഴ്സിനും ഇന്ന ഓപ്പറേറ്റർ ആദ്യം നടക്കണം എന്നുള്ള ഒരു ഓർഡർ ഉണ്ട്. അതിൽ ഒരേ പ്രസിഡൻസ് വരുന്ന ഓപ്പറേറ്റേഴ്സിന്റെ കേസിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഓപ്പറേഷൻ നടക്കുന്നത്. അതായത് പ്ലസിനും മൈനസിനും സെയിം പ്രസിഡൻസ് ആണ് ഉള്ളതെങ്കിൽ ലെഫ്റ്റിൽ ഏതാണോ ഫസ്റ്റ് ഉള്ളത്, പ്ലസ് ആണെങ്കിൽ പ്ലസ് എടുക്കും, മൈനസ് ആണെങ്കിൽ മൈനസ് എടുക്കും. ലെഫ്റ്റ് ടു റൈറ്റിലോട്ടായിരിക്കും അതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. Parentheses can be used to override the order.
and to evaluate certain parts of the expression. അതിൽ നമ്മളൊരു എക്സ്പ്രഷനകത്ത് ഏതെങ്കിലും ഒരു പോർഷൻ അതിൽ പ്രസിഡൻസ് കുറവായിരിക്കും, പക്ഷെ ആ ഒരു എക്സ്പ്രഷൻ ആദ്യം നടക്കണം എന്ന് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഓർഡറിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. പാരന്തസിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷൻ ഫസ്റ്റ് നടക്കും. അതിന് പ്രസിഡൻസ് കുറവാണെങ്കിലും അത് ആ പാരന്തസിസിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും ഫസ്റ്റ് നടക്കുന്നുണ്ടാവുക. Operations inside parentheses are always performed before those outside. അതിനാണ് ഇപ്പോൾ പറഞ്ഞത്. ഔട്ട്സൈഡിലുള്ള ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് ആ ബ്രാക്കറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് ഫസ്റ്റ് നടക്കും. അതിനുശേഷം മാത്രമേ ഈ പ്രസിഡൻസിനനുസരിച്ചുള്ള ബാക്കിയുള്ള ഓപ്പറേഷൻസ് നടക്കും. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റർ പ്രസിഡൻസിന്റെ ഒരു ടേബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഓപ്പറേറ്റേഴ്സിന്റെ ഒരു മുൻഗണനാ ക്രമം. ഒരു എക്സ്പ്രഷനകത്ത് ഉള്ള ഓപ്പറേറ്റേഴ്സിൽ ഏത് ഓപ്പറേഷൻ ആദ്യം നടക്കണം, ഏത് പിന്നെ അതിന് ശേഷം നടക്കുക, അങ്ങനെയുള്ള ആ ഒരു ഓർഡർ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എക്സ്പോണൻഷിയേഷൻ ആണ്. ക്യാപ്പ് സിമ്പൽ ആണ്. ഇപ്പൊ നമ്മൾ എക്സ്പ്രഷനകത്ത് ഒരു വലിയ എക്സ്പ്രഷൻ, കുറെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷനകത്ത് ക്യാപ്പ് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കണം, ആ ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം ഫസ്റ്റ് നടക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളത് നടക്കാവൂ. സെക്കൻഡ് വൺ നെഗേഷൻ. നെഗറ്റീവ് വാല്യൂസിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മൈനസ് അല്ല, നെഗേഷൻ, നെഗറ്റീവ്. അതിനാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓർഡറിൽ സെക്കൻഡ് വരുന്നത് നെഗേഷൻ ആണ്. തേർഡ് പൊസിഷനിൽ വരുന്നത് രണ്ടെണ്ണം ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. നമ്മൾ എക്സ്പ്രഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് തേർഡ് പൊസിഷനിൽ വരും, ഇനി ഡിവിഷൻ ഉണ്ടെങ്കിൽ അതും തേർഡിൽ വരും. എന്നാൽ രണ്ടും ഉണ്ടെങ്കിൽ എന്ത് വരും, ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് ഏതാണോ ഫസ്റ്റ് വരുന്നത് അതായിരിക്കും നടക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞത്, ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിലായിരിക്കും അതിന്റെ കാൽക്കുലേഷൻ നടക്കുന്നുണ്ടാവുക. ഫോർത്ത് വൺ ഡിവിഷൻ വിത്ത് ഇൻറ്റിജർ റിസൾട്ട്. വേറൊരു പുതിയൊരു ഓപ്പറേറ്റർ ആണ് ബാക്ക് സ്ലാഷ് ഓപ്പറേറ്റർ. ബാക്ക് സ്ലാഷ് സാധാരണ നമ്മൾ ഡിവിഷന് ഫോർവേഡ് സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. തൊട്ട് മുമ്പ് തേർഡ് പൊസിഷനിൽ കണ്ടത് ഫോർവേഡ് സ്ലാഷ്. ഇത് നേരെ തിരിച്ചാണ്, ബാക്ക് സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. VBA യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ബാക്ക് സ്ലാഷ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടിന്റെ ഇൻറ്റിജർ പാർട്ട് മാത്രമായിട്ട് നമുക്ക് റിസൾട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 \2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ വരുന്നത്, 2.5 ആണ്. അതിൽ 2.5 അല്ല റിസൾട്ട് വരിക, ഇവിടെ 2 മാത്രമായിരിക്കും റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. നേരെ മറിച്ച് ഫോർവേഡ് സ്ലാഷ്, സാധാരണ സ്ലാഷ് ഡിവിഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻസർ 2.5 ആയിരിക്കും. എന്നാൽ ഇൻറ്റിജർ ഡിവിഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ബാക്ക് സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻസർ 2 മാത്രമേ കിട്ടൂ, 2.5 കിട്ടില്ല. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത് വണ്ണിൽ വരുന്നത് മോഡുലസ് ഓപ്പറേറ്റർ ആണ്. മോഡ് ഓപ്പറേറ്റർ റിമൈൻഡറിന്റെ ഓപ്പറേറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സിക്സ്ത് വൺ അഡീഷൻ. അഡീഷന് വേണ്ടിയിട്ട് അഡീഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലസ് ഓപ്പറേറ്ററും അതേപോലെ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്ന മൈനസ് ഓപ്പറേറ്ററും സെയിം പൊസിഷൻ ആണ്, സിക്സ്ത് പൊസിഷൻ. സെവന്തിൽ വരുന്നത് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ, ആംബസെന്റ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ആംബസെന്റ് വരുന്നത് സെവന്ത് പൊസിഷനിലാണ്. എയ്ത്ത് പൊസിഷനിൽ കുറെ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്, അതായത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എല്ലാം എയ്ത്ത് പൊസിഷനിലാണ് വരുന്നത്. നയൻതിൽ വരുന്നത് നോട്ട് വരുന്നുണ്ട്. നോട്ട് കഴിഞ്ഞിട്ടാണ് ആൻഡിന് ഉള്ള ഓർഡർ എന്ന് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് മാത്രമേ ഓർ ഓപ്പറേറ്റർ വർക്ക് ചെയ്യൂ. 9, 10, 11 വരുന്നത് നോട്ട് ആൻഡ് ഓർ ആണ്. 12th പൊസിഷനിൽ വരുന്ന എക്സ്ക്ലൂസീവ് ഓർ, എക്സോർ. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ. ഇനി ഓപ്പറേറ്റർ പ്രസിഡൻസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ 3 cap 15 divided by 5 into 2 minus 5. ഇതിൽ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്, ക്യാപ്പ് വരുന്നുണ്ട്, പാരന്തസിസ് വരുന്നുണ്ട്, ബ്ലൂ കളറിൽ കാണിക്കുന്നത് പാരന്തസിസ്. നെക്സ്റ്റ് സ്ലാഷ് ഡിവിഷൻ വരുന്നുണ്ട്, സ്റ്റാർ വരുന്നുണ്ട്, മൈനസ് വരുന്നുണ്ട്. മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല, മൈനസ്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിൽ ഏതായിരുന്നു നമ്മൾ ആ ഓർഡർ പ്രകാരം ഫസ്റ്റ് നടക്കേണ്ടിയിരുന്നത്, ആദ്യം പാരന്തസിസിനകത്തുള്ളത് മാത്രമേ നടക്കൂ, അത് കഴിഞ്ഞിട്ട് മാത്രമേ ക്യാപ്പ് ഓപ്പറേറ്ററിലോട്ട് പോകും. നേരത്തെ ഞാൻ പറഞ്ഞു ഇതിനകത്തുള്ള ഈ പ്രസിഡൻസിനെ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരന്തസിസ് യൂസ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ ഉള്ളിലുള്ള എക്സ്പ്രഷൻ മാത്രമേ ഫസ്റ്റ് നടക്കൂ, അത് കഴിഞ്ഞിട്ട് മാത്രമേ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഓർഡർ പ്രകാരമുള്ള കാൽക്കുലേഷൻ നടക്കും. അപ്പോൾ ഇവിടെ 15 divided by 5 ആണ് ഈ ബ്രാക്കറ്റിനകത്തുള്ളത്, അത് ആയിരിക്കും ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 3 ക്യാപ്പ് എന്നുള്ളത് അതേപോലെ വന്നു. 15/5ന്റെ ആൻസർ എത്ര വരും, 3 വരും. ഇൻറ്റു 2 - 5 അതേപോലെ തന്നെ. ഇനി അടുത്ത എക്സ്പ്രഷനിൽ ഏതായിരിക്കും ഫസ്റ്റ് നടക്കുന്നത്, 3 cap 3 ഇൻറ്റു 2 - 5ൽ ആദ്യം നടക്കുന്ന ഏതായിരിക്കും, ക്യാപ്പിനാണ് ഓർഡർ 1
1 വരുന്നത്. ആ ഓർഡറിനകത്ത് പ്രയോറിറ്റി ഫസ്റ്റ് വരുന്നത് ഈ ക്യാപ്പിനാണ്. അതായിരിക്കും ആദ്യം നടക്കുന്നത്. 3 into 3 എന്ന് പറയുന്നത് 27. 3 raised to 3. എത്ര ആൻസർ വരുന്നത്? 27 ആണ്. 27 into 2 minus 5. ഇനി ഇതിനകത്ത് ഏതായിരിക്കും? സ്റ്റാറും ഉണ്ട് മൈനസും ഉണ്ട്. ഇതിലേതാണ് ഫസ്റ്റ് എടുക്കേണ്ടത്? സ്റ്റാർ ആണ്. 27 into 2 എന്ന് പറയുന്നത് 54 ആണ്. മൈനസ് 5. ലാസ്റ്റ് 54 minus 5 49 ആൻസർ കിട്ടും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 3 ക്യാപ്പ് 2 ബ്രാക്കറ്റ് ഉണ്ട്. ഫസ്റ്റ് ഒരു ബ്രാക്കറ്റ്, അതിന്റെ ക്ലോസിംഗ് ഇവിടെയാണ്. ഫസ്റ്റ് ഇവിടെ, ക്ലോസിംഗ് ഇവിടെ വന്നു, ലാസ്റ്റ് വന്നു. ഇനി അതിനുള്ളിൽ വീണ്ടും ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. 15/5 15 divided by 5 into 2 minus 5. ഇതിനെ ഹോൾ ഒരു ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഇന്നർ ബ്രാക്കറ്റ് ആണ് ഫസ്റ്റ് വർക്ക് ചെയ്യാൻ. ഇന്നർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. 15 divided by 5 ആൻസർ എത്ര? 3 വരും. അപ്പോൾ 3 ക്യാപ്പ് അതേപോലെ എഴുതി. ഇതിന്റെ ആൻസർ 3 കിട്ടും. ഇൻറ്റു 2 minus 5. ഇനി ഇതിന്റെ ഹോൾ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ബ്ലൂ കളറിലുള്ള ഒരു ബ്രാക്കറ്റ് ഇവിടെ കാണാം. ഇനി അതായിരിക്കും അടുത്ത് നടക്കുന്നത്. അപ്പോൾ 3 ക്യാപ്പ് അതേപോലെ തന്നെ വന്നു. 3 into 2. ഇനി ഇതിനുള്ളിലുള്ള എക്സ്പ്രഷൻ നടക്കുമ്പോൾ അതിൽ ഏത് ആദ്യം നടക്കണം? സ്റ്റാറും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, സബ്ട്രാക്ഷനും ഉണ്ട്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഫസ്റ്റ് ഓർഡർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ സ്റ്റാർ വർക്ക് ചെയ്യും. 3 into 2 6 minus 5. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ബ്രാക്കറ്റിലുള്ളത് തന്നെയാണ്. 6 minus 5 എത്ര? 1 വരും. 3 ക്യാപ്പ് 1. 3 raised to 1 എത്ര? 1 വരും. അല്ലാതെ 3 raised to അല്ല ആദ്യം നടക്കുക. ഈ ബ്രാക്കറ്റ് എല്ലാം സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഈ ഓർഡർ വർക്ക് ചെയ്യൂ. ഓക്കെ. ഇനി തേർഡ് വൺ, വീണ്ടും 2 ബ്രാക്കറ്റ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ്. 3 ക്യാപ്പ് ബ്രാക്കറ്റിനകത്ത് 15 divided by 5 into 2 minus 5. അത് ബ്രാക്കറ്റിൽ കൊടുത്തു. ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിലേതാണ് ഫസ്റ്റ് നടക്കുക? ഈ ബ്രാക്കറ്റ് ആണ് ഫസ്റ്റ് നടക്കേണ്ടത്. അതായത് യെല്ലോ കളറിൽ ഇന്നർ ബ്രാക്കറ്റ് ഫസ്റ്റ് നടക്കണം. അപ്പോൾ ഇന്നർ ബ്രാക്കറ്റിന് വരെയുള്ള അതേപോലെ എഴുതാം. 3 ക്യാപ്പ് 15 divided by, ഇനി 5 into 2 minus 5 ഫസ്റ്റ് നടക്കേണ്ടത് ഇൻറ്റു ആണ്. 5 into 2 10. 10 minus 5 അത് ബ്രാക്കറ്റിൽ വന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ യെല്ലോ ബ്രാക്കറ്റ് വീണ്ടും സോൾവ് ചെയ്യണം. 3 ക്യാപ്പ് 15 divided by 10 minus 5 എന്ന ഈ എക്സ്പ്രഷൻ വർക്ക് ചെയ്യും. ആൻസർ 5. 10 minus 5 5. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് വർക്ക് ചെയ്യണം. ബ്ലൂ ബ്രാക്കറ്റ് ഉണ്ട്, ആ ബ്രാക്കറ്റും സോൾവ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഓർഡർ വർക്ക് ചെയ്യൂ. അപ്പോൾ 3 ക്യാപ്പ് 15/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ആൻസർ 3 കിട്ടി. അപ്പോൾ 3 ക്യാപ്പ് 3 എത്ര? 27. ഇങ്ങനെയാണ് ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സും ഓപ്പറേറ്റർ പ്രസിഡൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഇനി അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പ്രാക്ടിക്കൽ നോക്കാം. അതായത് നമ്മൾ വാരിയബിൾസും ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതൊക്കെ വെച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ഇനി അടുത്ത വീഡിയോയിൽ തരാൻ പോകുന്നത്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.